എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും നല്ല തണുപ്പും മഞ്ഞൊക്കെ അല്ലേ, ഇവിടെ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 1 വീക്കായിട്ട് നല്ല ജലദോഷവും ചുമയൊക്കെ ആയിട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വോയിസ് ഓവർ ചെയ്യാനൊന്നും പറ്റണില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യണ ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഒട്ടും പറ്റില്ലായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും തീരെ വയ്യായിരുന്നു. ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു 3-4-5 ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുമയും കഫക്കെട്ടും എല്ലാം തീർത്തും അങ്ങ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകരിക്കുമല്ലോ എന്ന് ഓർത്ത്, ഇന്ന് വലിയ കുഴപ്പമില്ല എന്നാലും അങ്ങ് തീർത്തും മാറിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തണുപ്പും മഞ്ഞൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകരിക്കുമല്ലോ എന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കണം കുറച്ച് മുരിങ്ങത്തൊലി കേട്ടോ. ഇന്ന് ഞാൻ മുരിങ്ങത്തൊലി എടുക്കാൻ പോണേയൊന്നും ഞാൻ കാണിക്കണില്ല, കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുരിങ്ങത്തൊലിയും കുരുമുളകും നമ്മുടെ നല്ല ജീരകം ഇല്ലേ, ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മുരിങ്ങത്തൊലിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. അതുപോലെ തന്നെ കുരുമുളകും നന്നായിട്ട് ഇത്തിരി കൂടുതലൊക്കെ വേണം. പിള്ളേരാണെങ്കിൽ ഞാൻ എഡ്വിനൊക്കെ ഇവിടെ കൊടുക്കണതാണത്. എഡ്വിനൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി മുളക് കുറച്ചെടുക്കും. എനിക്കും ചേട്ടായിക്കൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇത്തിരി മുളക് കൂട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് അത് പൊടിച്ച് വെച്ചിട്ട് പിന്നെ ഒരു മുട്ട കൊത്തി ഒഴിക്കണം. എണ്ണയൊക്കെ ഒഴിച്ച് പാൻ ചൂടായി വരുമ്പോൾ കൊത്തി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ടിട്ട് നമ്മുടെ ഈ പൊടി മേളിൽ ഇങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പൊടി കൂടുതൽ യൂസ് ചെയ്യണതനുസരിച്ച് നമ്മുടെ കഫക്കെട്ടൊക്കെ പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അപ്പം എനിക്കൊക്കെ ഇടുമ്പോൾ ഇത്തിരി കൂടുതലെടുക്കും. പൊന്നൂന് ഇത് കൊടുത്തു തുടങ്ങിയില്ല. എഡ്വിനാണെങ്കിൽ കൊടുക്കുമ്പോൾ ഇത്തിരി മുളകൊക്കെ കുറച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ആ മുട്ട പതിയെ ഒന്ന് അല്പം ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും അതൊന്ന് മടക്കിയെടുക്കും. കണ്ടോ, കാണുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കും കേട്ടോ. നമ്മുടെ മുട്ട തിരിച്ചും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം പാത്രത്തിലേക്ക് മാറ്റി അതേ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മുരിങ്ങത്തൊലിക്കാണെങ്കിൽ അത്യാവശ്യം കയ്പും കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുരുമുളകിന് നല്ല എരിവൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും നമ്മുടെ കഫക്കെട്ടും ചുമയൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി ഏറ്റവും അത്യുത്തമമായ ഒരു മരുന്നാട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കഫക്കെട്ടും ചുമയും ജലദോഷമൊക്കെ മാറാണ്ട് നിൽക്കണവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതും കൊണ്ട് മാത്രമായില്ല കേട്ടോ, ഇതിൻ്റെ കൂടെയുള്ള ആവിപിടുത്തം കൂടെ വന്നാലാട്ടോ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പഴഞ്ചൻ പുട്ടുംകുടത്തിൽ കുറച്ച് വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് പനിക്കൂർക്കലയും തുളസിയിലയും ഇഞ്ചി ചതച്ചതും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ആവി കയറാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ പതിയെ ഒന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ആവി പിടിക്കാറാകുമ്പോൾ നന്നായിട്ട് ആവി പിടിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എഡ്വിനും ഉണ്ട് ആവി പിടിക്കാൻ വേണ്ടി. ഇത് ഞങ്ങൾ കമ്പിളി പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ആവി പിടുത്തം ഏകദേശം ഒരു 10 മിനിറ്റോളം ഉണ്ടാവും കേട്ടോ. എഡ്വിൻ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എഡ്വിൻ മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും. എന്നാലും വലിയവരൊക്കെ പിടിക്കുമ്പോൾ പിള്ളേർക്ക് അത്രയൊക്കെ മതി. വലിയവർ പിടിക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വേർത്തു എന്ന് പറഞ്ഞ് ഇറങ്ങരുത്, നന്നായിട്ട് ആവി പിടിച്ചിട്ടാണ് ഇറങ്ങുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആ മരുന്നും കഴിച്ച് ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചുമയും കഫക്കെട്ടൊക്കെ പാടെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ എഡ്വിൻ ആവി പിടിച്ച് കഴിഞ്ഞ് വീണ്ടും ഞാനിരുന്നായിരുന്നു. ഞാൻ 10 മിനിറ്റോളം കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അന്നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് വേർത്ത് കുളിക്കും. ആ വേർത്ത പടി നമ്മൾ മുഖം ഒരിക്കലും കഴുകരുത്, മുഖം തുടച്ച് കഴുകണം. കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചുമച്ച് തുപ്പിയും കളയണം. ഇങ്ങനെ ചെയ്ത് നോക്കണം. ഒരു നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻസിലൊന്ന് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കണുള്ളൂ, ഇന്ന് ഒരു പരിപാടിക്ക് പുറത്തേക്ക് ഇറങ്ങണില്ല എന്ന്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എഡ്വിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് കുറച്ച് വിറകൊക്കെ പറക്കിയേക്കാം. ഇന്നലെ തൊട്ടൊക്കെ നല്ല മൂടലായിരുന്നു, ഇനി എപ്പോഴാണ് മഴയൊക്കെ പെയ്യണേന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ വിറക്ക് പറക്കി കൂട്ടി കൊണ്ടിടാമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുക കേട്ടോ. ഇപ്പം മഴയൊക്കെ ചാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണങ്ങി കിടക്കണം വിറകെല്ലാം നനഞ്ഞ് ചെതലരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് വിറക് വെക്കാൻ പറ്റില്ല ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം നമ്മുടെ പാഴ്മരങ്ങൾ വെട്ടിയിട്ടേക്കണയുണ്ട്. അപ്പോൾ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് പെറുക്കി കൂട്ടി നമുക്കിവിടെ വിറക് പെരയിലൊന്ന് അടുക്കി വെക്കാനുള്ളതാണ്. ഇതേ പൊന്നൂസിൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അവൾക്ക് പറ്റണ വിറക് ചെറിയ കമ്പൊക്കെ ഒടിച്ച് വിറക്കി അവളും എൻ്റെ കൂട്ട് തന്നെ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അവളോട് എന്ത് ചെയ്താൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ ചെയ്യാണ്ടിരിക്കില്ല. എൻ്റെ കൂടെ എല്ലാത്തിനും കൂടണയാലേ.
ഞാൻ വലിയ തടി കഷ്ണങ്ങൾ പെറുക്കി കൊണ്ടുപോയി ഒരുമിച്ച് കൂട്ടിയിടുമ്പോൾ അവൾ ചിതറിക്കിടക്കണ ചുള്ളിവിറക് എല്ലാം കൂടെ പെറുക്കി കൂട്ടിയിടും കേട്ടോ. ഈ വണ്ണമുള്ള തടി കഷ്ണങ്ങളാണെങ്കിലും അവ മറച്ചും തിരിച്ചു വിടാണ്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കിടക്കണോണ്ട് അവ ചെതലരിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ അവയുടെ പുറന്തൊലിയൊക്കെ. അപ്പം ഞാനെല്ലാം അവിടുന്ന് എല്ലായിടത്തുനിന്നും പറക്കി ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് നമുക്ക് കൊണ്ടുപോയി പെറുക്കിയിടാൻ എളുപ്പമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീക്കായി ഇരുന്നതിൻ്റെ പേരിലാന്ന് തോന്നുന്നു കുറച്ച് വിറകൊക്കെ പെറുക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം തടി കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് പെറുക്കിയപ്പോഴത്തേക്കും അടുത്ത് ക്ഷീണം തോന്നി കേട്ടോ. എന്നാലും ഞാൻ കയറിയില്ല. എങ്ങാനും മഴ പെയ്താൽ ഇതൊക്കെ നനഞ്ഞു പോവില്ലേ. എന്നാലും കൂട്ടിയിടുവാണെങ്കിൽ നമുക്ക് പറ്റുന്നത് പറക്കിക്കൊണ്ടേ ഇടാലോ എന്ന് കരുതി ഞാൻ ഉദ്ദേശിച്ച അത്ര വിറക് അത്ര കൂട്ടി വെച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ബാക്കി കൂട്ടി വെച്ച വിറകെല്ലാം കൂടെ മുറ്റത്തേക്ക് കൊണ്ടുപോയി ഇടാൻ തുടങ്ങി കേട്ടോ. അവിടെ ഇടുവാണെങ്കിൽ അവിടെ നിന്ന് വിറക് വരയിലേക്ക് നമുക്ക് എടുത്ത് വെക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ പറക്കി കൂട്ടി വിറക് അത്രയും തീരാറായപ്പോഴത്തേക്കും മുറ്റത്തേക്ക് എടുത്തിട്ട് തീരാറായപ്പോഴത്തേക്കും പെട്ടെന്ന് തീരാൻ വേണ്ടി നമ്മുടെ പൊന്നൂസും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അവളോട് ആരും പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അവൾ തന്നെ ചെയ്യണേ. അവളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവൾ കേൾക്ക് പോലും ഇല്ല കേട്ടോ. അപ്പോൾ വാരിക്കൂട്ടി വിറക് അത്രയും മുറ്റത്തേക്ക് എടുത്തിട്ടിട്ട് പിന്നെ ഒന്ന് പോയി വെള്ളമൊക്കെ കുടിച്ച് അല്പം റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ പിന്നെ അതൊന്ന് വിറക് വരയിലേക്ക് വെക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴക്കാർ വെച്ചുകൊണ്ട് അല്പം ഒരു മൂടലൊക്കെ ആയതുകൊണ്ട് കുറേ മുറ്റത്ത് കിടന്ന വിറകുണ്ടായിരുന്നു. അവയെല്ലാം വലിച്ചു വാരി ഞാൻ വിറക് വരയിലേക്ക് കയറ്റിയിട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടുക്കി വെക്കണമെങ്കിൽ അവയെല്ലാം തിരിച്ചെടുത്ത് ഒന്ന് ഒടിച്ച് പറക്കി വെച്ചാലാണ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി വിറക് വരയിലിരുന്ന ഞാൻ അലങ്കോലപ്പെടുത്തിട്ടാർന്ന വിറകെല്ലാം തിരിച്ചിങ്ങോട്ട് എടുത്തിട്ടു. അതിനുശേഷം ആ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് തട്ടി തൂത്തെടുത്തു കേട്ടോ. പണിയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അതെന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ. ഒത്തിരി പണിയൊക്കെ ചെയ്യണ കാണുന്നുണ്ട്, പക്ഷേ അല്പം വിയർപ്പ് വരെ വന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ആരെയും നിർബന്ധിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയോ ഫോളോ ചെയ്യിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ജോലികൾ ഓരോന്ന് ഷെയർ ചെയ്യണു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണുക, അതിന് കമൻറ്റ്സ് ഇടുക. അല്ലാണ്ട് ആരെയും നിർബന്ധിച്ച് ഞാൻ ചെയ്യിക്കണില്ലല്ലോ. അപ്പോൾ അഭിനയം അത് തോന്നിയേക്കണവർ അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അല്ലാന്ന് തോന്നിയേക്കണവർ അവരങ്ങനെ ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യുവർ ചോയ്സ്. നിങ്ങൾക്കത് ഞാൻ വിട്ടു തരുന്നു കേട്ടോ. ഇതിൽ ഈ പൊരി വെയിലത്ത് നിന്ന് ഈ മതിയായ വിറക് പറക്കണയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അവരുടെ നല്ല മനസ്സിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അത് പറഞ്ഞ് ഒത്തിരി കാട് കയറുന്നില്ല കേട്ടോ. ഓരോ മനുഷ്യനും വിഭിന്നരല്ലേ. ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തം. അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ പറയട്ടെ, നോ പ്രോബ്ലം കേട്ടോ. അപ്പം ഞാൻ വിറക് വരെ കിടന്ന അവിടെ എവിടെയൊക്കെ കിടന്ന എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചു. നമ്മുടെ വിറകൊക്കെ ആദ്യം തന്നെ തടിക്കഷ്ണം, ഏറ്റവും അടിയിൽ തടിക്കഷ്ണം വെക്കുമല്ലേ നല്ലത്. അതുകൊണ്ട് ഓരോ തടിക്കഷ്ണവും ഞാൻ എടുത്തുകൊണ്ട് വരും കേട്ടോ. വലിയ കഷ്ണങ്ങൾ ആദ്യം വെച്ചിട്ട് മേളിൽ ചെറിയ കമ്പ് വെക്കുവാണെങ്കിൽ അതാലോ സ്യൂട്ട്. അങ്ങനെ വെച്ച് തുടങ്ങി കേട്ടോ. പൊന്നൂസ് എൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഞാൻ അവളുടെ ഒരു കസേര ഇട്ട് ഇരുത്തേക്കും കേട്ടോ. അല്ലെങ്കിൽ അവൾ ആ വെയിലത്തേക്ക് ഇറങ്ങി വരും, ഓരോ വിറക് പെറുക്കിക്കൊണ്ട് വരും. അപ്പോൾ അവളുടെ കോൾഡൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല. അപ്പോൾ ഇനി വെയിൽ കൊണ്ടാൽ വീണ്ടും കൂടില്ലേ. അതുപോലെ തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് ഇരുത്തിയതാട്ടോ. അപ്പം ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നത് ഞാൻ പറഞ്ഞപോലെ ഇഷ്ടംമാതിരി പോസിറ്റീവ് കമൻറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടംമാതിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി നല്ല കമൻസ്, നല്ല മനുഷ്യർ, നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഈ സമയം ഞാൻ ഓർക്കുവാണ്. ഒത്തിരി നന്ദി പറയുവാണ്. ഒത്തിരി താങ്ക്സ്. ഞാൻ മുറ്റത്ത് കൂട്ടിയിട്ടായിരുന്നു വിറകെല്ലാം ഞാൻ വിറക് വരെ കൊണ്ടുപോയി അടുക്കി വെച്ചു കേട്ടോ. ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം അടുക്കി ഇനി എന്താ മുറ്റത്തേക്ക് വലിച്ചു വാരിയിട്ട വിറക് അതൊന്ന് ഒടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ വിറക് ഒടിക്കുമ്പോഴുണ്ടല്ലോ ഈ കാലിൻ്റെ മുട്ടും കൊണ്ട് ഒടിക്കുമ്പോൾ അതെല്ലാവരും ചിലരൊക്കെ അതെന്നെ അങ്ങനെ ചെയ്യണമെന്ന്. ഞാനങ്ങനെ ഒടിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ. ഞാൻ കണ്ടേക്കണവരെ അങ്ങനെയൊക്കെ വിറക് ഒടിക്കണയൊക്കെ കാണണം. നമ്മൾ കാലും കൊണ്ട് ചവിട്ടി ഒടിക്കും അതൊക്കെ. അല്ലാണ്ട് മുട്ടും കൊണ്ട് ഒടിക്കുമ്പോൾ ഒത്തിരി വലിയ വിറകൊന്നുമല്ല, അത്യാവശ്യം ഒടിയണ വിറകൊക്കെ. അപ്പോൾ അങ്ങനെ ഒടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി തീരും കേട്ടോ. അതിന് വേണ്ടിയാണ്.
ഓരോ പണി ചെയ്യണതിനെക്കുറിച്ച് ഓരോരുത്തരും ഇങ്ങനെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് പറ്റണേ പണിയൊക്കെ ചെയ്ത് നമുക്കൊരു എക്സസൈസുമായി നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അസുഖമൊക്കെ വരും, പെട്ടെന്ന് ഓരോ രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാനിടയാകും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പറ്റണ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഓരോ എക്സസൈസൊക്കെ ആവില്ല. ഇപ്പോൾ അതേ പലരും ജോലി ഇല്ലാത്തവരെന്ന് ഞാൻ പറയില്ല കേട്ടോ, പലരും ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അത് കൊള്ളില്ല എന്ന് ഞാൻ പറയണില്ല കേട്ടോ. അതിനെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി എടുക്കാനാണ് നമ്മൾ ജിമ്മിൽ പോകണം. ബോഡി ഫിറ്റാക്കുക മാത്രമല്ല നമ്മുടെ മൈൻഡിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയാണ് നമ്മൾ ജിമ്മിലൊക്കെ പോകണല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പോകാനൊന്നും പറ്റിയതൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ നമ്മൾ ഓൾറെഡി നമ്മുടെ ജോലിയുടെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ പോകാൻ അത്യാവശ്യം ജോലികൾ നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്ട്രെയിനും കാര്യങ്ങളും നമ്മുടെ മൈൻഡൊക്കെ നല്ല ഹാപ്പി ആവുകയും ചെയ്യും കേട്ടോ. കണ്ടോ, മുറ്റത്ത് നല്ല പൊരി വെയിലാട്ടോ, നല്ല ചൂടാണ്. രാവിലെ തന്നെയുള്ള വെയിലിന് നല്ല ചൂടാട്ടോ. അപ്പോൾ ദേ അതൊന്ന് തീർത്തിട്ടാണ് ഞാൻ കയറുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാനത് ഓടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചുമയും ജലദോഷമൊക്കെ ആയ പിന്നെ ഇത്രയും വെയിലൊന്നും ഞാൻ ഇതുവരെ കൊണ്ടിട്ടില്ല. ഇന്ന് എന്താവുമെന്ന് നാളത്തെ ഇതിലറിയാം കേട്ടോ. എത്ര വയ്യാലും ഓരോ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങളോട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ കോൺടാക്റ്റ് ചെയ്യണേ, നമ്മുടെ വീഡിയോ ഇട്ട് അതിനോട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അപ്പോൾ അതൊരു വളരെ സന്തോഷം. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ലൈക്കൊക്കെ കാണുമ്പോഴുണ്ടല്ലോ വളരെ സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് എത്ര വയ്യാലും ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടൊക്കെ വളരെ മാറ്റമായിരുന്നു അല്ലേ. ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോൾ ഒക്കെ സൗണ്ടിന് ഭയങ്കര പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒട്ടും വ്യൂസ് ഒന്നും കുറഞ്ഞൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാറായി. ചുമയ്ക്കും കഫക്കെട്ടിനും ജലദോഷത്തിനുമുള്ള മരുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മാറാണ്ട് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളവരൊക്കെ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തു നോക്കുക മാത്രമല്ല നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം. എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയോ എന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ ഇടണം, കമൻസ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.